നോക്കാം ഇപ്പോൾ കിട്ടിയതിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ. കാസർഗോഡ് മണ്ഡലത്തിലെ മോക്ക് പോളിൽ BJPക്ക് അധിക വോട്ട് ലഭിച്ചു എന്ന പരാതിയിൽ കഴമ്പില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വീഴ്ചയുണ്ടായിട്ടില്ലെന്നും മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഹർജിക്കാരുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര സർക്കാരും കോടതിയെ അറിയിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങൾ കുറ്റമറ്റതാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗളും പറഞ്ഞു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് MG പ്രദേശ് എന്നിവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് ഈ വിഷയത്തിൽ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കാര്യങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞിരുന്നു. കാസർഗോഡ് മോക്ക് പോളിംഗിനിടെയാണ് LDFനും UDFനും ചെയ്ത വോട്ടിലെ ഒരു വോട്ട് BJPക്ക് പോയതായിട്ടുള്ള ആക്ഷേപം ഉയർന്നത്. എന്താണ് ഈ കാര്യത്തിൽ ഒടുവിൽ സംഭവിച്ചത്? ഗോപി, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശം സുപ്രീം കോടതിയിൽ ഉണ്ടാകുന്നത് ADR സമർപ്പിച്ച ഒരു ഹർജിക്ക് അനുബന്ധമായിട്ടായിരുന്നു. ആ ഹർജിയിൽ 100% VVPATകളും എണ്ണണം എന്ന വാദം ഉയർത്താൻ വേണ്ടിയിട്ടാണ് കാസർഗോഡ് വിഷയം പ്രശാന്ത് ഭൂഷൺ, ADRന്റെ അഭിഭാഷകനായിട്ടുള്ള പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടിയത്. ആ ഘട്ടത്തിൽ സുപ്രീം കോടതി ഇക്കാര്യത്തില് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടറിയണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിച്ചപ്പോഴാണ് കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരെത്തി നിലപാട് വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയ നിലപാടനുസരിച്ച് മാധ്യമങ്ങളിൽ വന്ന ആ വാർത്ത അത് തെറ്റായിട്ടുള്ളതാണ്. കാസർഗോഡ് ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി സംസാരിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വീഴ്ച പറ്റിയിട്ടില്ല, ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അപാകത കണ്ടെത്തിയിട്ടില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രശാന്ത് ഭൂഷൺ രാവിലെ ഇക്കാര്യങ്ങൾ ഉന്നയിച്ച പ്രശാന്ത് ഭൂഷൺ എതിർവാദങ്ങളൊന്നും ഉന്നയിച്ചില്ല. സുപ്രീം കോടതി ഇക്കാര്യം എഴുതി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റു നടപടികളിലേക്ക് കടക്കുകയാണ് ചെയ്തത്. വളരെ ശക്തമായിട്ടുള്ള വിമർശനം തുടർന്ന് സോളിസിറ്റർ ജനറൽ ഹാജരായി ഈ ഹർജിക്കാർക്കെതിരെ ഉന്നയിച്ചു. അവർ താല്പര്യങ്ങൾ വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള താല്പര്യങ്ങളാണ് ഈ ഹർജിക്കാർ കാട്ടുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലാണ് രാജ്യം എന്നതുപോലും ഓർക്കാതെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നതടക്കമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വിമർശനം. സുപ്രീം കോടതി ഈ വിഷയത്തിലെടുത്ത നിലപാടും ഒരുപക്ഷെ ഈ ഹർജിക്കാർക്ക് എതിരായിരുന്നു. എല്ലാ വിഷയത്തെയും സംശയത്തിന്റെ കണ്ണിലൂടെ എങ്ങനെ കാണാനാകും എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഈ ഹർജിക്കാരോട് എല്ലാം അറിയിക്കണം എന്ന് പറയുന്നതിന് എന്ത് അടിസ്ഥാനമാണുള്ളതെന്നും സുപ്രീം കോടതി ചോദിച്ചു. ഏതായാലും ഈ കേസിലെ വാദം പൂർത്തിയായിട്ടുണ്ട്. വിധി പറയാനായിട്ട് കേസിൽ ഹർജി മാറ്റി. ശരി, MG പ്രതീഷ് ഉണ്ട് നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത്. പ്രതീഷ്, ഈ വിഷയത്തിൽ ഇരു കക്ഷികൾക്കും ഇരു മുന്നണികൾക്കുമുള്ള ആശങ്കകൾ അകന്നു. അതായത് ഇതിൽ EVMൽ എന്തെങ്കിലും ക്രമക്കേട് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്കയായിരുന്നല്ലോ ഈ പരാതികൾക്ക് പിന്നിൽ. എന്താണ് പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരം? ഗോപികൃഷ്ണൻ, കാസർഗോഡ് നടന്ന മോക്ക് പോളിൽ BJP സ്ഥാനാർത്ഥിക്ക് അധിക വോട്ട് പോയത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു. ഇത് UDF പരാതിയായി ഉന്നയിച്ചതോടുകൂടിയാണ് അതൊരു വിവാദമാവുകയും പിന്നീട് കോടതിയിലടക്കം ഈ വിഷയം എത്തുകയും ചെയ്തത്. ഇതിൽ ഇപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ നൽകുന്ന വിശദീകരണം ഈ ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമെന്നാണ്. കാരണം UDFന്റെ പരാതി ഉയർന്നതിന് പിന്നാലെ തന്നെ ജില്ലാ കളക്ടറോട് വിശദീകരണം തേടിയിരുന്നു. ഇതിൽ ജില്ലാ കളക്ടർ നൽകുന്ന വിശദീകരണം സാങ്കേതികമായി ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഈ ആശയക്കുഴപ്പത്തിന് കാരണമെന്നതാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ വാർത്താക്കുറിപ്പായി ഇറക്കിയിരിക്കുന്നത്. കാരണം ഈ തിരഞ്ഞെടുപ്പ് മെഷീന്റെ പ്രാഥമിക പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ പരിശോധനയുടെ ഘട്ടത്തിൽ ചില VVPAT പ്രിന്റിംഗ് അടക്കം ഉദ്യോഗസ്ഥർ പരിശോധനയുടെ ഭാഗമായി നടത്തിയിരുന്നു. അങ്ങനെ ഈ മോക്ക് പോളിംഗ് സമയത്ത് അധികമായി VVPAT പുറത്തു വന്നതാണ് ഒരു ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയത് എന്നതാണ് പ്രധാനമായും പറയുന്നത്. അധികമായി വന്ന സ്ലിപ്പുകളാണ് ഈ ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയത്. ഈ അധികമായി വന്ന സ്ലിപ്പുകൾ കണക്ക് കൂട്ടേണ്ടതില്ല എന്ന് അപ്പോൾ തന്നെ ഈ സ്ലിപ്പുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിലവിൽ വോട്ടിംഗ് മെഷീനുകളിൽ ഇല്ല എന്നുമുള്ളൊരു വിശദീകരണമാണ് നിലവിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നൽകുന്നത്. ഗോപികൃഷ്ണൻ. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ബന്ധമുള്ള കപ്പലിലെ മലയാളി യുവതി നാട്ടിൽ തിരിച്ചെത്തി. തൃശൂർ സ്വദേശിയായ ഡെക് കേഡറ്റ് ടെസ ജോസഫാണ് ഉച്ചയോടെ കൊച്ചിയിലെത്തിയത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. ബൽറാം, ഇനിയും മലയാളികൾ അവിടെ അകപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. ടെസ തിരിച്ചെത്താനിടയായ സാഹചര്യം എന്തൊക്കെയാണ്? വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഗോപികൃഷ്ണൻ, ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പൽ MSC ഏരിസിൽ 17 ഇന്ത്യക്കാർ ഉണ്ട് എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നത്. അതിൽ 4 മലയാളികൾ ഉണ്ട് എന്നാണ് പുറത്തുവന്ന വിവരം. അതിൽ ഒരാളാണ് മടങ്ങിയെത്തിയിരിക്കുന്നത്. ആൻടസ ജോസഫ് ഇന്ന് ഉച്ചയോടുകൂടി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കൊച്ചിൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇവരെ സ്വീകരിച്ചു എന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. ഇനി ബാക്കിയുള്ള 16 ഇന്ത്യക്കാരും സുരക്ഷിതരാണ് എന്നും അവരുടെ ആരോഗ്യ സാഹചര്യങ്ങളെല്ലാം തന്നെ നിലവിൽ സുരക്ഷിതമാണ് എന്നും അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. ഇവർക്ക് കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ അവസരം ലഭിക്കുന്നുണ്ട്. കൂടാതെ വിദേശകാര്യ മന്ത്രാലയം ഇവരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട്. ഇവരെയും എത്രയും വേഗം മടക്കി കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. ടെഹ്റാനിലെ ഇന്ത്യൻ മിഷന്റെയും ഇറാൻ ഗവൺമെന്റിന്റെയും സംയുക്തമായ ശ്രമങ്ങളുടെ വിജയമാണ് ഈ ആൻടസ ജോസഫ് മടങ്ങിയെത്താൻ ഇടയാക്കിയതെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ മോചനം ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ള ഹിയാനുമായി സംസാരിച്ചിരുന്നു എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, ബൽറാം നുറുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മാവോയിസ്റ്റ് ശക്തി കേന്ദ്രത്തിൽ 24 സംഘം. നാളെ 1ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിൽ മാവോയിസ്റ്റ് ബാധിത മേഖലയായ ഗഡ്ചിരോളിയുമുണ്ട്. അതീവ സുരക്ഷയിലാണ് മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. കമാൻഡോ സംഘത്തിന്റെ സുരക്ഷയിൽ മാവോയിസ്റ്റ് ബാധിത വനത്തിനുള്ളിലേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥർ പുറപ്പെട്ടു. 24 സംഘവും ഗഡ്ചിരോളിയിലുണ്ട്. न्यूज़ कवर करने के लिए 2 चैनल्स आ गए हैं. न्यूज़ 18 है और न्यूज़ 24. न्यूज़ 24 मेंडोडोला की तरफ आएगा और सभी फिट है, किसी को कुछ तकलीफ नहीं. अभी आपको कुछ ब्रीफिंग करने का जरूरत नहीं है. अभी टाइम हो गया है. हमें 3 बजे निकलना था लेकिन थोड़ा लेट हो गया है. कोई दिक्कत नहीं है. अभी सभी लोग साथ में निकलेंगे. सभी तैयार है? छत्रपति शिवाजी महाराज की हर हर महादेव. കിലോമീറ്ററുകളോളം ഇങ്ങനെ നടന്നു വേണം ആ കാട്ടിനകത്തെ ഗഡ്ചിരോളിയിലെ വനത്തിനകത്തെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ. ഏതാണ്ട് 4 പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികളുമായാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പോകുന്നത്. അവർക്ക് സുരക്ഷയൊരുക്കിക്കൊണ്ട് CRPFിൻ്റെയും ഒപ്പം തന്നെ മഹാരാഷ്ട്ര പോലീസിൻ്റെയും ഗഡ്ചിരോളി പോലീസിൻ്റെയും ഒക്കെ തന്നെ കമാൻഡോ വിഭാഗങ്ങളൊപ്പം ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥരും ഇവർക്ക് സുരക്ഷയൊരുക്കിക്കൊണ്ട് ഉണ്ട്. ഏതായാലും കുറച്ച് ഉദ്യോഗസ്ഥരോട് ചോദിക്കാം. आपका लाइफ भी रिस्क करके इतना हमारा डेमोक्रेसी को सेव करने के लिए कोशिश कर रहे हैं, तो कैसे लग रहा है ये एक्सपीरियंस? नहीं, हमेशा हम ड्यूटी करते हैं. हम गढ़चिरोली जिले के प्रॉपर है और हमें आदत हो गई. हम हमेशा इलेक्शन ड्यूटी में जाते हैं. तो ये बैग पकड़ के जाना, पिठे लेके जाना हमको अच्छा लगता है और हम खुशी से जाते हैं. डरता नहीं? थोड़ा भी डरता नहीं? हमें कोई डर नहीं. इसमें क्या डरने का है, ये तो अपना ड्यूटी है. ये माओइस्ट अफेक्टेड एरिया है फिर भी. हाँ होगा, फिर भी हमें ऐसा कुछ फील नहीं हुआ आज तक. ऐसा कुछ नहीं है. ये खाली क्या बोलते हैं उसको, ये ऐसा कुछ भी नहीं है. ये हम हमेशा जाते हैं इलेक्शन ड्यूटी. अभी हमेशा जाता है? हाँ बिल्कुल. साथ में सिक्योरिटी रहती है. सभी अपनी अपनी रिस्पॉन्सिबिलिटी निभाते हैं, तो कुछ लगता नहीं है. तो अभी क्या ये ईवीपैट? ये वीवीपैट मशीन है. ये थोड़ा हेवी है लेकिन साथ में बैलेट यूनिट और कंट्रोल यूनिट. ओके, मशीन है, ईवीएम मशीन है. हाँ, ईवीएम और कंट्रोल यूनिट, बैलेट यूनिट, कंट्रोल यूनिट और ये वीवीपैट है. और कितना दूर है अभी यहाँ से? यहाँ से 8-10 किलोमीटर है और अभी 10 കിലോമീറ്റർ ബാക്കി. हाँ. ഓക്കെ, അത് കുറച്ചധികം ദൂരമുണ്ട്. കാട്ടിലൂടെ ഇങ്ങനെ നടക്കുക അത് എളുപ്പമല്ല.
ഏതായാലും ഉദ്യോഗസ്ഥർ സർ ജായി ആപ്പ് ജി കണ്ടിന്യൂ ഓക്കെ, എളുപ്പമല്ല. അവർക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘവും ഉണ്ട്. അവർ കുറച്ച് ഡിസ്റ്റൻസ്, ഒരു ദൂരം എപ്പോഴും അവിടെ ഉണ്ട്, അവർക്ക് ഇടയിലുള്ള ഒരു ദൂരമുണ്ട്. അത് ഇത്തരത്തിലുള്ള യാത്രകൾക്ക് അവരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കിക്കൊണ്ടുള്ളതാണ്. അതുകൊണ്ടൊരു നീളത്തിൽ ഏതാണ്ട് 1 കിലോമീറ്ററോളം നീളത്തിലുണ്ട് ഈ പോലീസുകാരുടെ ഒരു നിര. കാരണം അവർ ഇങ്ങനെ വിട്ട് ആണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. AK-47 SLR ഗണ്ണുകളൊക്കെയാണ് ഇവരുടെ കയ്യിൽ കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 11,000-ലധികം ഉദ്യോഗസ്ഥരെ ഗച്ചറോളിയിൽ മാത്രം സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസിൻ്റെ കണക്ക്. അതിൽ CRPF ഉണ്ട്. സംസ്ഥാന പോലീസിൽ ഏതാണ്ട് 6,000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. ഏതാണ്ട് 800ഓളം പ്രശ്നബാധിത ബൂത്തുകളുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12ഓളം അതീവ സുരക്ഷാ പ്രശ്നങ്ങളുള്ള ബൂത്തുകളുണ്ട്. അവർക്ക് പ്രത്യേക സുരക്ഷയുണ്ട്. ഏതായാലും രാവിലെ 7 മുതൽ വൈകിട്ട് 3 മണി വരെ മാത്രമാണ് ഗച്ചിറോളിയിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ പോളിംഗ് നടക്കുന്നത്. ഏതായാലും ഗച്ചിറോളി വനത്തിനകത്താണ് ഇപ്പോൾ 24 സംഘവും ഉള്ളത്. വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. വാർത്തയിലേക്ക് വീണ്ടും. സമദൂരം എന്ന രാഷ്ട്രീയ നിലപാടിൽ നിന്ന് വ്യതിയാനമില്ലെന്ന് ലത്തീൻ കത്തോലിക്ക സഭ. നീതി, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നീ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നും ലത്തീൻ സഭ ആവശ്യപ്പെട്ടു. വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രമായ ജീവദീപ്തിയിലെ BJP അനുകൂല ലേഖനത്തെ തള്ളി ലത്തീൻ സഭ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കിയത്. എബിൻ ജോസ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. എബിൻ, സമദൂരം എന്ന നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണോ ലത്തീൻ സഭ വ്യക്തമാക്കുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഗോപി, പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമദൂരം എന്നുള്ള പ്രഖ്യാപനമാണ് ലത്തീൻ കത്തോലിക്ക സഭ വ്യക്തമാക്കുന്നത്. അതായത് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം, സമത്വം, മതേതരത്വം തുടങ്ങിയ മൂല്യങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടണം. ഇതെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ടാവണം ഒരു സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ട എന്നും ലത്തീൻ സഭ പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വളരെ തോതിൽ വേട്ടയാടപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹവും ഇതിന്റെ ഭീതിയിലാണ്. എത്തരത്തിൽ ഈ പശ്ചാത്തലത്തിലൊക്കെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന് പറയുന്നതെന്ന് സഭ എടുത്തു പറയുന്നുണ്ട്. ചില വിമർശനങ്ങളും സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ കാര്യത്തിൽ. തീരദേശ സംരക്ഷണവും അതുപോലെ തന്നെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സർക്കാർ അത്ര ഗൗരവകരമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ലെന്ന വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. മുതലപ്പൊഴി അതുപോലെ തന്നെ വിഴിഞ്ഞം പ്രദേശങ്ങളിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കേസുകൾ പൂർണ്ണമായും പിൻവലിക്കണമെന്നാണ് സഭ പറയുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ തീരദേശ സംരക്ഷണം അല്ലെങ്കിൽ തീരദേശവുമായി ബന്ധപ്പെട്ട കാര്യമായ ഒന്നുമില്ല എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നു. ഇതൊക്കെ തന്നെയാണെങ്കിൽ പോലും പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമദൂരം എന്നുള്ള നിലപാടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ലത്തീൻ സഭയുടെ നിലപാടായി പറയുന്നത്. ഗോപി, ശരി. എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. പാനൂർ ബോംബ് കേസിൽ 3 പേർ കൂടി പിടിയിലായി. വടകര സ്വദേശി ബാബു, കതിരൂർ സ്വദേശികളായ രജനീഷ്, ജിജേഷ് എന്നിവരാണ് പിടിയിലായത്. പ്രതികൾക്ക് വെടിമരുന്ന് എത്തിച്ച് നൽകിയവരാണ് പിടിയിലായിരിക്കുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായുണ്ട്. സജോ, എന്താണ് പുതിയ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, പാനൂർ ബോംബ് നിർമ്മാണ കേസിൽ ഇതുവരെ 12 പ്രതികളെയായിരുന്നു തിരിച്ചറിഞ്ഞത്. ഇതിന് പുറമെയാണ് 3 പ്രതികളെ കൂടി പാനൂർ പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. വടകര സ്വദേശി ബാബു, കതിരൂർ സ്വദേശികളായ രജനീഷ്, ജിജേഷ് എന്നിവരെയാണ് പിടികൂടിയത്. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുകയും ചെയ്യും. അതിൽ ബാബുവിന്റെ വീട്ടിൽ നിന്ന്, വടകര സ്വദേശിയാണ് ബാബുവിനെ വടകരയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ വീടും റെയ്ഡ് ചെയ്തു. വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കൂടി പിടിച്ചെടുത്തു എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായ സ്ഫോടക വസ്തു, പ്രത്യേകിച്ച് വെടിമരുന്ന്, പ്രതികൾക്ക് കൈമാറിയത് ഇവരാണ് എന്നതാണ് പ്രാഥമികമായ ഒരു നിഗമനം. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് നടക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ അറസ്റ്റിലായ ഷിജാലും ബിനീഷും ചേർന്നാണ് മറ്റ് അസംസ്കൃത വസ്തുക്കൾ, ബോംബ് നിർമ്മിക്കാനുള്ള വെടിമരുന്ന് ഒഴികെയുള്ള വസ്തുക്കൾ വാങ്ങിച്ചത് എന്ന് കണ്ടെത്തിയിരുന്നു. അതേസമയം സ്ഫോടക വസ്തുക്കൾ ആരാണ് എത്തിച്ചു നൽകിയതെന്ന് സംബന്ധിച്ച് വിശദമായ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. ഇത് വടകരയിലടക്കം, അതിൽ മറ്റ് രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി ഇതിനകം RMP അടക്കം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ചുകൂടി പ്രവർത്തിക്കുന്ന ആളാണ് ബാബു. ഇവരുടെ മറ്റ് പശ്ചാത്തലം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരാനുണ്ട്. പക്ഷേ സ്ഫോടക വസ്തു പ്രതികൾക്ക് ആവശ്യത്തിനനുസരിച്ച് നൽകിയത് ഇവരാണ് എന്ന കണ്ടെത്തലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂവരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരുടെ
അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുകയും ചെയ്യും. ശരി, സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. പൂരലഹരിയിലേക്ക് തൃശൂർ. തൃശൂർ പൂരത്തിനായുള്ള ആനകളുടെ ഫിറ്റ്നസ് പരിശോധന തുടങ്ങി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആരോഗ്യ പരിശോധനയ്ക്ക് എത്തും. പൂരനഗരിൽ നിന്ന് അശ്വിൻ പാലാഴിയുണ്ട്. അശ്വിൻ, എന്തൊക്കെയാണ് പൂരവിശേഷങ്ങൾ? ഗോപികൃഷ്ണൻ, CMS സ്കൂളിൽ തൃശൂർ റൗണ്ടിലുള്ള CMS സ്കൂളിന് സമീപമാണ് ഈ വൈദ്യപരിശോധന, ആനകൾക്ക് വേണ്ടിയുള്ള ഫിറ്റ്നസ് പരിശോധന നടത്തുന്നത്. തിരുവമ്പാടിയിലെയും പാറമേക്കാവിലെയുമായി 95 ആനകളാണ് ഈ ഫിറ്റ്നസ് പരിശോധനയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഫിറ്റ്നസ് പരിശോധനയുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ സർക്കുലറുകൾ വിവാദമായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ പരിശോധന വളരെ നിർണായകമാണ്. ഏതൊക്കെ ആനകൾ ഈ പൂരത്തിന്റെ ഭാഗമാകും എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനയാണ്. ഏറ്റവും ചർച്ചാ വിഷയം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 5:30യോടുകൂടി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ പരിശോധനയ്ക്ക് വേണ്ടി തൃശൂർ റൗണ്ടിലുള്ള ഈ ഗ്രൗണ്ടിലേക്ക്, തേക്കിൻകാട് മൈതാനിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഡോക്ടർമാരടക്കം വനം വകുപ്പിന്റെ ആളുകളും ഒപ്പം വൈദ്യപരിശോധനയ്ക്ക് എത്തിയിരിക്കുന്ന പ്രത്യേക ഡോക്ടർമാരും അടക്കമുള്ളവർ ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ കാണുന്ന സ്ഥലത്താണ് പരിശോധന നടക്കുന്നത്. ആ പരിശോധനയിൽ കൃത്യമായ കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന സർക്കുലറിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പാടുകൾ പോലും ഈ ആനകളുടെ ദേഹത്തുണ്ടെങ്കിൽ അത് ഫിറ്റ്നസ് ലഭിക്കാതിരിക്കാനുള്ള കാരണമാക്കി പരിഗണിക്കാം എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മമായ പരിശോധനയാകും ഇന്നത്തെ ഈ ഫിറ്റ്നസ് പരിശോധനയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർമാരടക്കം ശരി അശ്വിൻ, ഏതായാലും ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഏതാണ്ട് 5:30 മണി കഴിയുമ്പോഴേക്കും ഫിറ്റ്നസ് പരിശോധനകൾക്ക് വേണ്ടി അവിടെ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് സ്ഥാനാർത്ഥികൾക്ക് എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാനുള്ളതെന്ന് നോക്കാം. ഫോട്ടോഗ്രാഫി. വികസന വിഷയങ്ങൾ വേണ്ടുവോളം ചർച്ചയാകുന്ന ഈ തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ ക്ലാസ് മണ്ഡലമാണ് ആറ്റിങ്ങൽ. തോൽവി അറിയാത്ത കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശിനെ നേരിടാൻ CPIM B ജോയിയെ ഇറക്കിയതിന് പിന്നിൽ വികസന അജണ്ടകൾ നിരത്തുക എന്ന ലക്ഷ്യമുണ്ട്. LDF UDF മുന്നണികളെ നേരിടാനെത്തിയ കേന്ദ്രമന്ത്രി V മുരളീധരനും വികസന നേട്ടങ്ങൾ തന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത്. വികസന കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഞാൻ പൂർത്തീകരിക്കാതെ പോയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള റോഡ്, അതുകൂടാതെ ബൈപ്പാസ്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പൂർത്തീകരണം ഉണ്ടാകണം. അതേപോലെ തന്നെ നാവായിക്കുളത്ത് ESI ആശുപത്രിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് 1985 ഏറ്റെടുത്ത സ്ഥലത്താണ് ഇപ്പോൾ കെട്ടിടം പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ കെട്ടിടം പണി പൂർത്തീകരിച്ച് ഇന്നിപ്പോൾ അതിന് ഉദ്ഘാടനവും കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്ത് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഭാഗമെന്നുള്ള നിലയിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഭാഗമായി മാറണം. ആ വികസനം ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ്. കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലത്ത് വികസനം യാതൊന്നും തന്നെ മണ്ഡലത്തിൽ നടന്നില്ല എന്ന് പറയാൻ വേണ്ടി നമുക്ക് പറ്റും. മണ്ഡലം MP ശ്രദ്ധിച്ചിട്ടില്ല. അതൊരു വലിയ പ്രശ്നമാണ്, ഡ്രോബാക്കാണ്. വരുന്ന 5 വർഷക്കാലം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു പ്രകടന പത്രിക തയ്യാറാക്കുന്നുണ്ട്. ആ പ്രകടന പത്രികയോടൊപ്പം എൻ്റെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ്. ഈ ടെക്നോ പാർക്കിൻ്റെ 4 ഫേസും ഇപ്പോൾ തിരുവനന്തപുരത്താണ്. അത് നമുക്ക് സ്കാറ്റർ ചെയ്യണം. ഇപ്പോൾ നെടുമങ്ങാടേക്ക്, വർക്കലയിലേക്ക്, ആറ്റിങ്ങലിലേക്ക് അത് സ്കാറ്റർ ചെയ്താൽ കുറേ കൂടി ആളുകൾക്ക് നമുക്ക് ഒരു ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അതിനൊക്കെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റാണ് എൻ്റെ മനസ്സിൽ ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ, ജയിച്ചാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്ന് നന്നായിട്ട് ആലോചിക്കണമെന്നാണ് വിചാരിക്കുന്നത്. മലയോര മേഖലയുണ്ട്, കടലോര മേഖലയുണ്ട്, കാർഷിക മേഖലയുണ്ട്, അതോടൊപ്പം നമ്മുടെ തൊഴിൽ മേഖലയുണ്ട്, പരമ്പരാഗത വ്യവസായങ്ങളുണ്ട്, അതോടൊപ്പം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, കണക്ടിവിറ്റി. ഇപ്പോൾ മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോ ആകെ വരുന്നത് കഴക്കൂട്ടം വരെയാണ്. മെട്രോ എന്തുകൊണ്ട് ആറ്റിങ്ങൽ വരെ വന്നുകൂടാ? മെട്രോ എന്തുകൊണ്ട് നെടുമങ്ങാട് വരെ വന്നുകൂടാ? ഔട്ടർ റിംഗ് റോഡ്, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ.
കൊട്ടാരക്കര സ്വയംവര സിൽക്സിന്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മെഗാ ഷോ 6 മണിക്ക് നടക്കും. കൊട്ടാരക്കര MGM സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുന്ന സ്വയംവര ഫ്ലവേഴ്സ് ഉത്സവിൽ ചലച്ചിത്ര ടെലിവിഷൻ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. ഫ്ലവേഴ്സ് ടിവിയുമായി ചേർന്ന് നടത്തുന്ന പരിപാടിയുടെ അവസാനവട്ട ഒരുക്കത്തിലാണ് സംഘാടകർ. ഇപ്പോൾ സലീം മാലിക്കുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. സലീമിന് ഇപ്പോൾ അരമണിക്കൂറേ ഉള്ളൂ പരിപാടികൾ തുടങ്ങാൻ. എല്ലാവരും എത്തിത്തുടങ്ങിയോ? എന്താണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ? ഗോപി, ഇവിടെ പങ്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ എത്തിത്തുടങ്ങിയെന്ന് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഈ പുറത്തു നിന്നുള്ള പൊതുജനങ്ങളുടെ പ്രവേശനം കൂടി തുടങ്ങിയിട്ടുണ്ട്. വലിയ നിലയിലുള്ള തിരക്ക് നേരത്തെ തന്നെ ഈ കൊട്ടാരക്കര ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ആളുകളെ കൂടി പ്രവേശിപ്പിച്ചു തുടങ്ങിയതോടെ വലിയ 5000-ലധികം ആളുകളെ ഇരുത്താൻ കെൽപ്പുള്ള ഈ വലിയ സദസ്സ് നിറഞ്ഞു കവിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കര കണ്ട ഏറ്റവും വലിയൊരു ഇവന്റ് എന്നുള്ളതാണ് ഫ്ലവേഴ്സും സ്വയംവരയും ചേർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫ്ലവേഴ്സ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കര കണ്ട ഏറ്റവും വലിയൊരു ഇവന്റ്, അതിനാണ് നമ്മൾ തയ്യാറെടുക്കുന്നത്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ? വലിയൊരു ഇവന്റാണ്. കാരണം എന്താ വെച്ചാൽ കൊട്ടാരക്കര നമ്മുടെ SKN സാറിന്റെ ഒരു നാട് കൂടിയാണല്ലോ. സ്വയംവര ഒരു പുതിയ ഷോറൂം, ഉള്ള ഷോറൂം തന്നെ നവീകരിച്ച് വളരെ വിപുലപ്പെടുത്തിയൊരു വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്വയംവര ഫ്ലവേഴ്സ് ഉത്സവ് എന്ന് പറഞ്ഞിട്ട് ഈ ഇവന്റ് സംഘടിപ്പിക്കുന്നത്. ജയറാമാണ് മുഖ്യ അട്രാക്ഷൻ. അതോടൊപ്പം പിഷാരടിയുണ്ട്, പിന്നെ നമ്മുടെ മഹേഷ് കുഞ്ഞുമോനുണ്ട്, പിന്നെ മലയാള സിനിമയിൽ തന്നെ കുറേ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഡാൻസ്, അങ്ങനെ കുറേ പെർഫോമൻസുകൾ പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ശരിക്കും കൊട്ടാരക്കരെ വിസ്മയിപ്പിക്കാൻ പോകുന്ന ഒരു വലിയൊരു ഉത്സവരാവായിരിക്കും ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഉള്ളിലൂടെ ആരംഭിക്കാൻ പോകുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഗോപി, അതാണ് ആ നിലയിൽ ഒരു വലിയ പരിപാടി കൊട്ടാരക്കര ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ചുള്ള ഏറ്റവും വലിയൊരു പരിപാടി എന്ന നിലയിൽ തന്നെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ പാട്ട്, നൃത്തം, ഇതിന്റെ എല്ലാം ട്രയൽ റൺ ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഈ അരമണിക്കൂറാണ് സമയമുള്ളത്. ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൊട്ടാരക്കരയുടെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ബൃഹത്തായ ഒരു പരിപാടി നടക്കാൻ പോകുന്നു. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. സലീം മാലിക് അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. 100 പ്രധാനപ്പെട്ട വാർത്തകൾ 100 ന്യൂസിനുള്ള സമയമാണ് ഇനി. 100 ന്യൂസുമായി സുഹൈൽ മുഹമ്മദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുഹൈലിലേക്ക്.